ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടാണ്. നമ്മുടെ ടോപ്പിക് ക്ലാസ്സുകളൊക്കെ നമ്മളെല്ലാം പ്ലേലിസ്റ്റിനകത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ ചെയ്യുന്നത് എപ്പോഴും POQ ആയിരിക്കും. ഇപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ടോപ്പിക് ക്ലാസ്സുകൾ ചെയ്ത് തീർക്കേണ്ട ആവശ്യമില്ല. സെയിം സാധനമാണ് വീണ്ടും പറയേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി POQ ആയിരിക്കും ചെയ്തു പോകുന്നത്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 10 ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇനി ബാക്കി ഒരു 10 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്യാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ ടെലഗ്രാമിലേക്കോ അയച്ചു തരിക. വാട്സപ്പ് നമ്പറൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും. സോ അതിലേക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരിക. ഓരോരുത്തരായിട്ട് തരുന്ന അനുസരിച്ച് നമ്മൾ ഒരു ഓർഡറിന് ചെയ്ത് വരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മളൊരു റെക്കോർഡ് ക്ലാസ്സിൻ്റെ ഒരു പെയ്ഡ് ക്ലാസ്സിൻ്റെ നേരത്തെ നമ്മുടെ അടുത്തൊരു പെയ്ഡ് ക്ലാസ്സിൻ്റെ ലൈവ് ക്ലാസ്സും ഒക്കെ ആയിട്ടുള്ളൊരു പെയ്ഡ് ക്ലാസ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതാണ്ട് ഒരു ആഡാണ് ഈ കാണുന്നത് നിങ്ങൾ. അതായത് LGSനും 2 പ്രിലിംസിനൊക്കെ ആയിട്ടാണ്. നമ്മൾ നേരത്തെ LGS, LDC, LP, UP ആയിട്ടുള്ള കോഴ്സാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കുള്ളത് ഫുൾ സിലബസ് ഉണ്ടാവും. നമ്മുടെ സിലബസ് ഉണ്ടാവും, POQ ഉണ്ടാവും. അതുപോലെ നമ്മുടെ SCERTയുടെ 50 ചാപ്റ്റേഴ്സും 5 മുതൽ 10 വരെയുള്ള SCERTയുടെ 50 ചാപ്റ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ്ലി നമ്മൾ നേരത്തെ ലൈവ് ഒക്കെയാണ് എടുത്തത്, ഇതിൽ കംപ്ലീറ്റ്ലി റെക്കോർഡ് ആയിരിക്കും അതിൻ്റെ. സോ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഇവിടെ ഉണ്ടാവും. സോ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നുണ്ട്, റാൻഡമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ചെയ്യുന്നുണ്ട്. റീസെൻ്റ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പേഴ്സണലി അയച്ചോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് വരാം. അല്ലേ, 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു എന്ന് തോന്നുന്നു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻസിലേക്കാണ് വരേണ്ടത്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. LGSന്റെ ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എനിവേ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാൻ 90 ക്വസ്റ്റ്യൻസ് 81 to 90 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കൂട്ടത്തിൽപ്പെടാത്തത് ഇതിലിപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കൂട്ടത്തിൽപ്പെടാത്ത ഏതായിരിക്കും ഇതിനകത്ത്? ചതുരമുണ്ട്, ത്രികോണമുണ്ട്, സമചതുരമുണ്ട്, സാമാന്തരികമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പറയും? നമ്മൾ തീർച്ചയായിട്ടും ഇതിനെ ത്രികോണമായിരിക്കും ചൂസ് ചെയ്യുന്നത്. കാരണം ചതുരം, സമചതുരം, സാമാന്തരികം എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ഒരു ക്വാഡ്രിലാറ്ററലാണ് അല്ലെങ്കിൽ ചതുർഭുജമാണ്. 4 വശങ്ങളോട് കൂടിയ ഒരു ഫിഗറാണ്, അല്ലെ ജാമതീയ രൂപമാണ്. ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വശങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ചതുരം, സമചതുരം, സാമാന്തരികം, ത്രികോണം. അപ്പോൾ ഇതിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾ പഠിച്ചോളുക. അതൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. ഓക്കെ, സാധാരണ ഈ കൂട്ടത്തിൽപ്പെടാത്ത ചോദിക്കുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? ഒന്നുകിൽ ഇതുപോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് 3D ഫിഗർ ആയിരിക്കും. ത്രിമാന രൂപവും ദ്വിമാന രൂപം. അതായത് ഒരെണ്ണം ഈ 3 കൊടുക്കും: സാമാന്തരികം, ചതുരം, സമചതുരം. ഇതൊരു ക്യൂബ് എന്ന് പറയും, സമചതുര കട്ട. അപ്പോൾ അതൊരു ത്രിമാന രൂപമാണ് സമചതുര കട്ട. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൂട്ടത്തിൽപ്പെടാത്ത ചോദിക്കുന്നത്. അപ്പോൾ ഇതൊരു എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ദെൻ അടുത്തുള്ളത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3, 7, 15 കഴിഞ്ഞാൽ അടുത്ത ടേം എന്നുള്ളതാണ് ചോദ്യം. 3, 7, 15 ഇതിന് ശേഷം വരുന്ന അടുത്ത. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? 3നോട് എത്ര കൂട്ടിയാൽ 7? നമ്മൾ അത് എപ്പോഴും നോക്കുന്ന മെത്തേഡ് എന്താണ്? ആദ്യത്തോട് കൂട്ടിയാൽ കിട്ടുന്നത് നോക്കും. 3നോട് 4 കൂട്ടിയാലാണ് നമുക്ക് 7 കിട്ടുക. 7നോട് നമ്മൾ എത്ര കൂട്ടുമ്പോൾ? 7നോട് നമ്മൾ 8 കൂട്ടുമ്പോഴാണ് നമുക്ക് 15 കിട്ടുക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് 4 ആദ്യം കൂട്ടി പിന്നെ 7 കൂട്ടി നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതാം. 3, 7, 15 അല്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ, നോക്കാം നമുക്ക്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദെൻ 3, 7, ദെൻ 15 എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ആദ്യം ഇവിടെ നമ്മൾ എത്ര കൂട്ടിയിരിക്കുന്നത്? 4 കൂട്ടിയിട്ടുണ്ട്. പിന്നെ +8 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് 2 രീതി ചിന്തിക്കാം, അല്ലേ? ഒന്ന് 4, 8, അടുത്തത് 12 ആയിരിക്കും കൂട്ടേണ്ടി വരുന്നത്. അതായത് 4 വീതം കൂട്ടിക്കൂടി അടുത്ത കൂട്ടേണ്ടത് 12. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും ആൻസർ വരിക? 15, 12, 37 നമുക്ക് ആൻസർ വരിക എന്ന് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഒരു ഓപ്ഷൻ 30. ഇനി വേറൊരു പാറ്റേൺ കൂടെ നമുക്ക് നോക്കാം. നോക്കിയേ, 4ന്റെ ഇരട്ടിയാണ് 8. അപ്പോൾ 8ന്റെ ഇരട്ടി അടുത്തത് 16. അങ്ങനെയും വന്നുകൂടെ, അല്ലേ? 4 അതിനോട് 4 കൂട്ടികൾ നമ്മൾ എടുത്തത് കൂട്ടി 4 കൂട്ടി പോകുന്ന കേസാണ് ഫസ്റ്റ്. അങ്ങനെ 37 വരും. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? +4, ദെൻ 4ന്റെ കൂടെ 4ന്റെ ഇരട്ടിയാണ് അടുത്ത കൂടെ 8 ആണ്. ഇനി 8ന്റെ ഇരട്ടി വേണമെങ്കിൽ 16 കൂട്ടാം. അങ്ങനെയാണെങ്കിൽ എത്ര വരിക? 16, 15 കൂടെ കൂട്ടുമ്പോൾ ഇവിടെ 27 ആണല്ലേ? 37 എന്നാണ് പറഞ്ഞത്. 27 അല്ലേ? 15, 12, 27. സോ ഒന്നുകിൽ 27, ദെൻ 15, 16, 31 അല്ലേ? അപ്പോൾ ഒന്നുകിൽ 27 അല്ലെങ്കിൽ 31. ഈ 2 ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ആണോ അല്ലെങ്കിൽ നമുക്ക് പിന്നീട് നോക്കാം. ഇനി ചിലപ്പോൾ ഇതായിരിക്കും, ചിലപ്പോൾ ഇതല്ലായിരിക്കും. എനിവേ നമുക്ക് എന്ത് ചെയ്യാം? 37 ആണോ 31? ഇത് ഏതോ ഒരു ഓപ്ഷനാണ് വരിക. നമുക്ക് ആൻസറിലൂടെ നോക്കാം. ഏതാണെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. 31 ഉണ്ട്, 27 ഉണ്ടല്ലേ? 2 ഉണ്ട്, 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും, ഏത് പാറ്റേൺ ആണ് ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് 31 വേണമെങ്കിലും 27 വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ആൻസർ രണ്ടും പറയാം. മേ ബി ക്വസ്റ്റ്യൻ ഇത് ഒഴിവാക്കിയാണെന്ന് എനിക്ക് അറിയില്ല. ആൻസർക്ക് കൂടെ നമുക്കൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ആൻസർ ചെയ്ത് നോക്കാം നമുക്ക് ഇതിൻ്റെ. ഓക്കെ, ആൻസർ ചെയ്ത് നോക്കട്ടെ. എത്രാമത്തെ ഇത്? 92nd ക്വസ്റ്റ്യൻ ആണല്ലേ? ആൻസർ ഉണ്ടോ നോക്കട്ടെ. 92nd ക്വസ്റ്റ്യൻ. ഓക്കെ, 92 ഇല്ല ഇതിനകത്ത്. ആൻസർ കീ കൊടുത്തിട്ടില്ല.
ഉണ്ട് ആൻസർ 92 അല്ലേ. സോ 92 ആൻസർ പറഞ്ഞിരിക്കുന്നത് 92 ഒഴിവാക്കിയ ക്വസ്റ്റൻ ആണ് കേട്ടോ. ആ ക്വസ്റ്റൻ ഒഴിവാക്കിയിട്ടുണ്ട് 92 എന്ന് പറയുന്നത് ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പറഞ്ഞ റീസൺ കൊണ്ട് തന്നെ ആയിരിക്കണം അത് ഒഴിവാക്കിയിട്ടുള്ളത്. ബിക്കോസ് അതിനകത്ത് രണ്ട് ആൻസറും വരാൻ പോസിബിലിറ്റി ഉള്ള ആൻസർ ആണ്. 31 വരാം, 32 വരാം. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റൻ നേരത്തെ വർക്കൗട്ട് ചെയ്താൽ എനിക്ക് ഒരു പെട്ടെന്ന് ഒരു സംഭവം വന്നില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരാം, നമ്മൾ രണ്ട് ഇതിലും ചിന്തിക്കണം. ഇനി ഇത് രണ്ടും ഓപ്ഷൻ ഇല്ല എങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡിലൂടെ നമ്മൾ നോക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത് ഓക്കെയാണ്. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് വരാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് പറയാം. നോക്കി, ഇതാണ് അടുത്തൊരു ബോർഡ് മാസിലുള്ള ക്വസ്റ്റൻ ആണ്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് നോക്കിക്കോളുക. ക്വസ്റ്റ്യൻ എന്താണ്? 21 + 16 നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 21 + 16, ദെൻ അടുത്തത് നോക്കിക്കോട്ടെ ക്വസ്റ്റ്യൻ 16, ദെൻ ഡിവൈഡ് ബൈ 2 × 4 അല്ലേ? ഡിവൈഡ് ബൈ 2 × 4. ഓക്കെ, ഡിവൈഡ് ബൈ 2 × 4 -5 ആണെന്ന് തോന്നുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ തോന്നുന്നു. നോക്കട്ടെ. യെസ്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എപ്പോഴും ഡിവിഷൻ ചെയ്യുക. 21 + 16 ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ആദ്യം നമ്മളൊരു പ്ലസ് ചെയ്യാറില്ല, നമ്മൾ ആദ്യം ഡിവിഷൻ ചെയ്യും. സോ നമ്മൾ എവിടെയായിരിക്കും ആദ്യം ചെയ്യുക? നമ്മൾ ചെയ്യുന്നത് ആ 16/2 ആദ്യം ചെയ്യും. സോ നമുക്ക് അതിന് എത്ര എഴുതാം? 8 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ഡിവിഷൻ ചെയ്തു. 8 അടുത്ത് ഇൻറ്റു ആണ് ചെയ്യുക. 8 × 4 32. അപ്പോൾ ഇത്രയും പാർട്ട് പോയിട്ട് ഇത്രയും ഭാഗം എന്തായിട്ട് മാറും? 32 ആയിട്ട് മാറും. ശരിയല്ലേ? 16/2 8 ഇന്ന് ഒരുപാട് സ്റ്റെപ്പ് ഒന്നും കൊടുക്കുന്നത് അവിടെ തന്നെ നമ്മൾ ചെയ്യുക. 16/2 ആദ്യം കൊടുക്കുന്നു, അല്ലാതെ 21+ എന്നൊക്കെ എഴുതി പോകണമെന്നും വേണ്ട. 16/2 8 × 4 32. അപ്പോൾ ഇത്രയും പാർട്ട് 32 ആയിട്ട് മാറും. അതായത് ഇത്രയും പാർട്ട് പോയിട്ട് അത് 32 ആയിട്ട് മാറി. ഇനി നമുക്ക് ബാക്കി നോക്കാം. 21 + 32 എന്ന് പറയുന്നത് 53 എന്ന് കിട്ടും അല്ലേ? 30 + 50 53. 53 5 കുറച്ചാൽ 48 എന്ന് ആൻസർ കിട്ടും. നോക്കാം നമുക്ക് 41 ആൻസർ ഉണ്ടോ എന്നുള്ളത്. 48 ഉണ്ടോ? 42 ബി ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ 48 ആൻസർ ഉണ്ട്. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് വലിയ ക്വസ്റ്റൻസും ചെയ്യാം. നമുക്ക് എല്ലാ ക്വസ്റ്റൻസും മിക്സ് ചെയ്ത് പോകാം. LGS ലെവലിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലെവൽ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യേണ്ടേ. ഓക്കെ, നോക്കാം. അടുത്തത് നോക്കാം. അടുത്ത ഒറ്റയാണെന്നുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ? ഓക്കെ, ഒറ്റയാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒറ്റയാൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാടൊന്നും ചിന്തിക്കാനൊന്നുമില്ല, പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഒരു ഒറ്റയാൻ ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? 2 5 7 8 ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 2 എന്ന് പറയുന്നത് ഒരു എന്ത് സംഖ്യയാണ്? അഭാജ്യ സംഖ്യയാണ്. 5 ഒരു അഭാജ്യ സംഖ്യയാണ്. 7 ഒരു അഭാജ്യ സംഖ്യയാണ്. 8 ഒരു ഭാജ്യ സംഖ്യയാണ്. 8 എന്ന് പറയുന്നത്, അതായത് 8 എന്തുണ്ട്? എത്ര ഘടകങ്ങളുണ്ട്? 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. അറിയാലോ, ഭാജ്യം അഭാജ്യമൊക്കെ അറിയില്ല. അല്ലെങ്കിൽ നമ്മൾ ടോപ്പിക്കിൽ പോയി കാണണം കേട്ടോ. അതായത് 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യയെ നമ്മൾ ഭാജ്യ സംഖ്യ എന്ന് പറയും. ഒരു സംഖ്യക്ക് ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു തന്നെ പോകാം അല്ലെ? ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ നമുക്ക് ഈ 2ന്റെ ഘടകങ്ങൾ നമ്മൾ നോക്കണമെങ്കിൽ ഘടകങ്ങൾ ഏതൊക്കെയാ വരും? അതായത് 2ന് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 1 ഉണ്ട്, 2 ഉണ്ട് അല്ലെ? 5 ആണെങ്കിലോ 5ന് ഘടകങ്ങൾ ഏതെങ്കിലും 1 ഉണ്ട്, 5ഉം ഉണ്ട്. അതായത് 5ന് ഹരിക്കാൻ പറ്റുന്ന 7 ആണെങ്കിലോ 1ഉം ഉണ്ട്, 7ഉം ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ ഇനി നമ്മൾ 8 എടുക്കുകയാണെങ്കിൽ 8ന് നമുക്ക് ഘടകങ്ങൾ നോക്കാൻ നമുക്ക് ഏതൊക്കെയാ വരിക? 1 ഉണ്ട്, ദെൻ 2 ഉണ്ട്, ദെൻ 4 ഉണ്ട്. അതുകൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ലയോ? ഇനി 8 കൊണ്ട് ഹരിക്കാം. നോക്കി, അപ്പോൾ ബാക്കിയുള്ള ഇവിടെയൊക്കെ നോക്കി, ഇവിടെ ഒരു 2ന്റെ ഘടകങ്ങൾ നോക്കിയാൽ 1ഉം അതേ സംഖ്യയും, 5ന് 1ഉം അതേ സംഖ്യയും, 7ന് 1ഉം അതേ സംഖ്യയും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 2ൽ കൂടുതലാണെങ്കിൽ 2ൽ കൂടുതൽ ഘടകങ്ങളില്ല, അതായത് 2 ഘടകങ്ങളേ ഉള്ളൂ, അത് ആ സംഖ്യയും 1ഉം ആണെങ്കിൽ വിളിക്കുന്ന പേരാണെന്ന് അഭാജ്യ സംഖ്യകൾ, അഭാജ്യം നമ്മൾ വിളിക്കും. ശരിയല്ലേ? ഇത് ഇപ്പുറത്ത് നമ്മൾ എന്താണ്? ഭാജ്യം. 2ൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? ഭാജ്യ സംഖ്യ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിലേതാണ്? 8 ആണ് അഭാജ്യ സംഖ്യയായിട്ട് വരുന്നത്. സോ നമുക്ക് അതിനെ ഒറ്റയാനായിട്ട് എടുക്കാൻ കഴിയുക. ഓക്കെ, ഇനി അതൊരു ഏജ് പ്രോബ്ലം ആണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മൾ പല രീതി മെത്തേഡ് പഠിപ്പിച്ചിട്ടുണ്ട്. ഓപ്ഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിന്റെ എക്സും വൈ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ എന്താ പറയുക? അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നുണ്ടാകും. 4 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും എങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ഇച്ചിരി വലുതായിരിക്കുവാണെങ്കിൽ ഒന്ന് ചെറുതാക്കാം. ഇപ്പൊ കാണുന്നുണ്ടോ ഫുള്ളായിട്ട്? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അമ്മയുടെ, അപ്പൊ ഇതിന് താഴെ എന്താ? അമ്മയുടെ. അപ്പൊ ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യണമെങ്കിൽ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഈ അമ്മയുടെ വയസ്സാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പൊ നമുക്ക് ഇതിനെ 2 ക്ലാസ് ചെയ്യാം. ഒന്ന് ഇപ്പോഴത്തെയും പിന്നെ ഒന്ന് 4 വർഷം കഴിഞ്ഞു. സോ നമുക്കിത് ഒന്ന് നൗ ഇപ്പോൾ ഉള്ള കേസ് പറയാം. ഇനി 4 years ലേറ്റർ അല്ലെ? 4 years ആഫ്റ്റർ ആണ്. ആഫ്റ്റർ 4 years.
അല്ലേ? സോ നൗ അപ്പോൾ ഈ ഇപ്പോഴത്തെ കേസിലാണ് ഇപ്പോൾ എന്ത് പറഞ്ഞിരിക്കുന്നത്, അതിനകത്ത് അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ത് എന്ന് ചോദിച്ചിട്ട് അമ്മയുടെ വയസ്സുകൾ താഴോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നേക്കുന്ന 4 ഓപ്ഷൻസ് എപ്പോഴും എന്തായിരിക്കും, അമ്മയുടെ വയസ്സായിരിക്കും. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് അമ്മയുടെയും മകളുടെ, അപ്പോൾ രണ്ടുപേരുടെ വയസ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് ഇത്രയും സ്റ്റെപ്പൊന്നും വരില്ല, ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത്, എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കാണുന്നവർ ചിലപ്പോൾ മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മദർ, ഒന്ന് ഡോട്ടർ അല്ലേ. അപ്പോൾ 4 ഇയേഴ്സിന് ശേഷം നമുക്ക് എഴുതാം മദറും ഡോട്ടർ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇനി നോക്കാം. ഇനി എന്താ പറയുന്നത്, അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്, 48, 44, 38, 42. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന് അമ്മയുടെ വയസ്സ് 48 ആവാം, അതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 44 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ദെൻ 38 ആണോ 42 ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 38 ആണോ 42 ആണോ, ഇതൊക്കെയാണ് നമ്മളുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നൗ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, നൗ ഇപ്പോൾ ഉള്ള കേസാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി മകളുടെ കേസ് നമുക്ക് നോക്കാം. ഇനി ബാക്കി എന്താ, അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56 ആണ്. അപ്പോൾ അമ്മയുടെ വയസ്സ് 48 ആണെങ്കിൽ മകളുടെ വയസ്സ് എന്തായിരിക്കും, മകളുടെ വയസ്സ് കൃത്യമായിട്ട് 8 ആയിരിക്കും. കാര്യം എന്ത്, സം 56 ആവണം. ഇനി 44 ആണെങ്കിൽ എന്തായിരിക്കും പ്രത്യേകത, 56 ആണെങ്കിൽ മകളുടെ വയസ്സ് 12 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ അത്? കാരണം 48 8 കൂട്ടുമ്പോൾ 56, 44 12 കൂട്ടുമ്പോൾ 56, 38 എത്രയും കൂട്ടുമ്പോൾ 18 കൂട്ടുമ്പോൾ 56, 42 14 കൂട്ടുമ്പോൾ 56. അപ്പോൾ ഇതായിരിക്കണം അമ്മയുടെ വയസ്സിനനുസരിച്ച് മകളുടെ വയസ്സിനുള്ള വ്യത്യാസം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ക്ലിയർ അല്ലേ? അത് മനസ്സിലാക്കുന്നു. ഇനി എന്താ, ആഫ്റ്റർ 4 ഇയേഴ്സ്, 4 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുന്നത്, അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാകും. എത്ര, 4 വർഷം കഴിയുമ്പോൾ. അപ്പോൾ 4 വർഷം കഴിഞ്ഞിട്ടുള്ള കേസ് നമുക്ക് നോക്കാം. ഓക്കെ, 4 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് 48 ആയിരുന്നത് 4 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് എത്രയായിട്ട് മാറും, 52 ആവും. ശരിയല്ലേ? കാര്യം അമ്മയ്ക്ക് 4 വയസ്സ് കൂടും 4 വർഷം കഴിയുമ്പോൾ. ശരിയല്ലേ? അപ്പോൾ മകൾക്ക് എത്രയാവും, മകൾക്ക് 4 വയസ്സ് കൂടുമ്പോൾ എത്രയാവും, 12 ആവും. നോക്കണം, മകളുടെ വയസ്സ് 3 ഇരട്ടിയാണെന്ന് നോക്കി. 3 ഇരട്ടിയല്ല, 12 3 ഇരട്ടി 52 അല്ല. അടുത്ത എന്തായ 44 ആണെങ്കിൽ സംഭവിക്കും, അമ്മയുടെ വയസ്സ് 44 ആണെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് 48, 3 എഴുതിപ്പോവാം. ഇവിടെ 42 ആവും, ഇവിടെ 46 ആവും. ഇനി മകളുടെ വയസ്സ് എന്ത് സംഭവിക്കും, ഇവിടെ 12 ആയിരുന്നു, ഇവിടെ ആകുമ്പോൾ എത്രയാവും, 4 വർഷം കഴിയുമ്പോൾ അത് 16 ആയിട്ട് മാറും. ഇനി ഇവിടെ 22 ആയിട്ട് മാറ്റും. ഇനി ഇവിടെ എന്താവും, 14 എന്ന് പറയുന്നത് 4 വർഷം കഴിയുമ്പോൾ 18 ആയിട്ട് മാറും. ഇതിലേതാണ്? അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കുന്നവർ പറയുന്നത്, അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 4 ഇരട്ടിയാകും, 3 ഇരട്ടിയാകും അമ്മയുടെ വയസ്സ്. നോക്കി ഇവിടെ നോക്കിയേ, ഈ 12ന്റെ 4 ഇരട്ടിയാണോ 3 ഇരട്ടിയാണോ 52? അല്ല, 12 × 3 52 അല്ല. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഗുണിച്ച് നോക്കിയാൽ മതി. ഈ താഴേക്ക് വന്നേ, 16 നമ്മൾ എത്ര ഗുണിച്ച് പോകും, 16 നമുക്ക് 3 കൊണ്ട് ഗുണിച്ച് നോക്കാം, എത്ര കിട്ടും, 48 കിട്ടും. ശരിയല്ലേ? 48 കിട്ടുന്നത്. ഇത് കിട്ടിയില്ലേ? അപ്പോൾ എന്താണ്, നമുക്ക് അമ്മയുടെ വയസ്സാണ് ചോദിച്ചത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലേ. സോ നമുക്ക് ഏത് ചൂസ് ചെയ്യാം, 44 ചൂസ് ചെയ്യാം. അപ്പം 44. ഇത്രയും സമയം എടുക്കരുത്. ഇത് ഒരുപാട് മെത്തേഡ് ഉണ്ട്, എക്സും ആയിട്ട് ചെയ്യുന്നവരുണ്ട്, പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ? സോ സിമ്പിളാണ് കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ഒരുപാട് ചിന്തിക്കാനില്ലാത്ത ക്വസ്റ്റ്യൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഏതാണ് ഇതിൽ ചെറിയ സംഖ്യ എന്നുള്ളതാണ് അല്ലേ. ചെറിയ സംഖ്യ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഞാനൊന്ന് എഴുതാം. ഒന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 0. പെട്ടെന്ന് നിങ്ങൾ പറയുമായിരിക്കും അല്ലേ, 0.105 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. 0.105 ഫസ്റ്റ് വൺ. താഴെയായിട്ട് എഴുതാം. അടുത്ത എന്താ പറയുന്നത്, 0.501 എന്ന് പറയുന്ന ഒന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് 0.501 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. ദെൻ പിന്നത്തെ സംഖ്യ പറയുന്നത് എന്താണ്, 0.015 എന്നുണ്ട്. 0.015. നെക്സ്റ്റ് വൺ പെട്ടെന്ന് നോക്കി പറയുന്നതേ ഉള്ളൂ, 0.15 ഉണ്ട്. ഓക്കെ, 0.15. ഇതിൽ ക്വസ്റ്റ്യൻ എന്താണ്, വലുതാണോ ചെറുതാണോ ചോദിച്ചിരിക്കുന്നത് നോക്കി. ഏറ്റവും ചെറിയ സംഖ്യ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ പറഞ്ഞു കണ്ടോ, ഏറ്റവും ചെറിയ സംഖ്യ നമ്മൾ എങ്ങനെ ചെയ്യും. ഈ ഫസ്റ്റ് നമ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ ചെറിയ സംഖ്യയാണ്. അപ്പോൾ നോക്കി, ലെഫ്റ്റ് സൈഡിൽ എല്ലാം 0 ആണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നെക്സ്റ്റ് നമ്പർ വെച്ച് കമ്പയർ ചെയ്താൽ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാ? ഏറ്റവും ചെറുത് 0 ആണ്. അപ്പോൾ ഓരോന്നായിട്ട് ഈ ഡെസിമൽ നമ്പറുകൾ ഏറ്റവും വലുത് ചോദിക്കുമ്പോൾ ചെറുത് ചോദിക്കുമ്പോഴേക്കും നമ്മൾ ചെയ്യേണ്ടത് ഓരോന്നായിട്ട് കമ്പയർ ചെയ്ത് പോവുക. നോക്കി, ഇത് കമ്പയർ ചെയ്യുമ്പോൾ 1 5 0 1, അതിലേതാ? അതിൽ 0 ആണ് ചെറുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് പറയാം 0.15 ആണ് ഏറ്റവും ചെറിയ സംഖ്യ. ഇനി നമുക്ക് അവിടെയും സെയിം ആയിട്ട് കിട്ടിയെങ്കിൽ അടുത്ത സംഖ്യ നോക്കും. മനസ്സിലായി? ഇവിടെ എല്ലാം 1 ആയിരുന്നു വിചാരിച്ചോ, ഫസ്റ്റ് നമ്പർ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് നമ്പർ നോക്കും, അതിലേതാ ചെറുത് നോക്കും. അങ്ങനെയാണ് പോകുന്നത്, ഓരോ നമ്പറായിട്ട് നോക്കിയാണ് പോകുന്നത്. സോ ഇവിടുത്തെ ആൻസർ 0.15 ആണ് നമുക്ക് ഏറ്റവും ചെറുത് എന്ന് പറയുന്നത്. 0.015 ഏറ്റവും ചെറുത്. കിട്ടിയില്ലേ?
ഓക്കെ, അടുത്ത് നോക്കിയേ, 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യയാണ് ചോദ്യം. ഓക്കെ, ഈ 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യ കണ്ടുപിടിക്കുന്നത് എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി, നമ്മൾ 4ന്റെ ഈ നിശേഷഹരണം, നിങ്ങൾ ഈ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റ് കയറി നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, പ്ലേലിസ്റ്റും കിട്ടിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാനത് എടുത്ത് ലിങ്ക് ഇട്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾക്ക് എന്താ വരുന്നത്, ഇവിടെ നമുക്ക് വരുന്നത് 4ന്റെ ഗുണിതമല്ലാത്ത സംഖ്യയാണ് ചോദ്യം, അല്ലാത്ത സംഖ്യ. അപ്പോൾ നമുക്ക് ആ സംഖ്യകളൊക്കെ ഒന്ന് എഴുതി, 236, 214 ഒന്ന് എഴുതാം. 236, 214 എളുപ്പമാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ എഴുതുമ്പോൾ തന്നെ കിട്ടും. 248, 264, 248, 264. അപ്പോൾ നമ്മളിത് ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ നോക്കേണ്ടത് ഡിവിസിബിലിറ്റി ക്രൈറ്റീരിയ നോക്കണം. 4ന്റെ ഹരണം അല്ലെങ്കിൽ 4ന്റെ നിശേഷ ഹരണ പ്രക്രിയ എന്താണെന്ന് നോക്കണം. എന്താ 4ന്റെ പറയുന്നത്, 4ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ അവസാനത്തെ 2 അക്കം 2 പൂജ്യങ്ങളാവുകയോ 4ന്റെ ഗുണിതങ്ങളാവുകയോ ചെയ്താൽ, എന്താണ്, ഒരു സംഖ്യയുടെ അവസാനത്തെ 2 അക്കം 00 ആവുകയോ 4ന്റെ ഗുണിതമാവുകയോ ചെയ്താൽ അത് 4 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. ഇവിടെ നോക്കിയാൽ അവസാനത്തെ 2 അക്കം 36, 4ന്റെ ഗുണിതമാണ് 4 9 36. അപ്പൊ ഇതല്ല നമ്മുടെ ആൻസർ, കാര്യം നമുക്ക് അല്ലാത്ത ഏതാ ചോദ്യം. 14 നോക്കിയേ, 14 4ന്റെ ഗുണിതം അല്ല. സോ ഇതാണ് നമ്മുടെ ആൻസർ. ബാക്കി നോക്കിയാൽ 48 ഗുണിതമാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. 64 4ന്റെ ഗുണിതമാണ്, എടുക്കാൻ പറ്റില്ല. സോ അല്ലാത്ത ഏതെന്ന് ചോദിച്ചാൽ 214 ആൻസർ. അപ്പോൾ നിശേഷഹരണം നന്നായിട്ട് പഠിച്ചു വെച്ചോളുക കേട്ടോ. നിശേഷഹരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ അത് പഠിച്ചു വെച്ചോളാം. നോക്കി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു കമ്പ്യൂട്ടർ ലാബിൽ 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ ഉണ്ട്. 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ എന്നാണ് ചോദ്യം. ഇത് പല രീതി ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കേസൊന്നുമില്ല. 6 കുട്ടികൾക്ക് 3 കമ്പ്യൂട്ടർ അല്ലേ, നമുക്ക് നോക്കാം. 6 കുട്ടികൾക്ക് എത്രയുണ്ട്, 3 കമ്പ്യൂട്ടർ അല്ലേ. 6 കുട്ടിക്ക് 3 കമ്പ്യൂട്ടർ അല്ലേ. ഇത് എന്താ പറഞ്ഞേക്കുന്നത്, 24 കുട്ടികൾക്ക് എത്ര എന്നാണ് ചോദ്യം. 24 കുട്ടികൾക്ക് എത്ര കമ്പ്യൂട്ടർ. സിമ്പിൾ അല്ലേ. 6 24 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം, 4 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 4 കൊണ്ട് ഗുണിക്കും. അപ്പോൾ എത്ര, 4 × 3 12 കമ്പ്യൂട്ടർ. ഓക്കെ അല്ലേ, സിമ്പിളാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ചോദ്യം. 12 ഓപ്ഷൻ ഉണ്ട് അതിനകത്ത്. ഇനിയിപ്പോൾ അങ്ങനെ അല്ല, വേറെ ഉണ്ട്, നമുക്ക് ഒന്നൊക്കെ ആക്കി ചെയ്യാൻ പറ്റും. വേണ്ട, നമുക്ക് ഇത് മതി, പ്രശ്നമില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയട്ടെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോണം. മറ്റത് ഞാൻ ഈ വൈറ്റ് ബോർഡിലാണ് എടുത്തത്. വൈറ്റ് ബോർഡ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് നമുക്ക് പറഞ്ഞു തരാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ ഇതൊരു എന്തോ എനിക്കൊരു തുടക്കത്തിൻ്റെ ആയിരിക്കും, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അതായത് എഴുതാൻ മാത്രം, എഴുതേണ്ട പ്രശ്നമല്ല, എഴുതാനൊക്കെ നമുക്ക് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്, പ്രശ്നമില്ല. ഈ നിന്ന് ആ ഒരു ഓളത്തിൽ പഠിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട്, അതിൻ്റെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞോളാം കേട്ടോ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയണം, നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് നോക്കാം ക്വസ്റ്റ്യൻ. ഇതേണ്ടേ, നമുക്ക് ഏറ്റവും വലിയ സംഖ്യ എന്നാണ് ചോദ്യം. ഇതാണ് ക്വസ്റ്റ്യൻ കണ്ടോ, വലിയ സംഖ്യ. നേരത്തെ ദശാംശം തന്നിട്ട് വലുതേതെന്ന് ചോദിച്ചിരുന്നു. ഇവിടെ അങ്ങനെയല്ല ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഭിന്ന സംഖ്യ തന്നിട്ട് ഏറ്റവും വലുതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് അതൊന്ന് നോക്കാം. എന്താ വലിയ സംഖ്യ തന്നിട്ട് ഓപ്ഷൻ നമുക്ക് നോക്കാം. 1/5, 3/10 ഒന്ന് എഴുതാം. 1/5 അല്ലേ, 1/5, ദെൻ 3/10, ദെൻ ഇനി ഏതാ വരുന്നത്, 4/10, 4/5. ഓക്കെ, 4/10, ദെൻ 4/5 ആണോ, 4/5, 4/5. ഓക്കെ, നമുക്കിത് എല്ലാത്തിൻ്റെ ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഛേദം ഒരുപോലെ ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഛേദം ഒരുപോലെ ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് നോക്കി എല്ലാം 10ഉം 5ഉം ആണ്. അപ്പോൾ നമുക്ക് 5നെ കൂടെ 10 ആക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്താൽ മതി, മുകളിലും ഇവിടെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുകയാണ് ഞാൻ. അപ്പോൾ മുകളിൽ ഞാൻ എന്ത് ചെയ്യും, 2 കൊണ്ട് ഗുണിക്കും. അപ്പോൾ എന്തായിട്ട് മാറും, ഇത് 2/10 എന്ന് മാറും. ഓക്കെ, ഇതെന്ത് ഗുണിക്കേണ്ട കാര്യമില്ല, ഛേദം 10 സോ 3/10 തന്നെയാണ്. ഇതും ഗുണിക്കേണ്ട കാര്യമില്ല, 4/10 തന്നെയാണ്. താഴേക്ക് വരുമ്പോഴോ 2 കൊണ്ട് ഗുണിക്കും, കാര്യം താഴെ 10 ആക്കാൻ വേണ്ടി നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്താവും, ഇത് 8/10 എന്നാവും. കണ്ടോ, ഇത്രയായില്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും വലുതല്ലേ ക്വസ്റ്റ്യൻ, അങ്ങനെയല്ലേ, വലിയ സംഖ്യ. ഇതിൽ ഏതാ ഏറ്റവും വലുതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നോക്കിയാൽ മതി. 10ൽ 2 ഭാഗം കിട്ടുന്നതാണോ, അതോ ഒരു സാധനത്തിന് 10, എളുപ്പമാണ് പഠിക്കാൻ. ഛേദങ്ങൾ ഒരുപാടാണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഏതാണ് വലുതെന്നുള്ളത്. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, അങ്ങനെ കൺഫ്യൂഷൻ വരുന്നവർക്ക്. ഒരു സാധനത്തിന് 10 ഭാഗമാക്കിയതിൽ 2 ഭാഗം കിട്ടുന്നതാണോ. നിങ്ങളൊരു കേക്ക് മുറിച്ച് നമുക്ക് എടുക്കുന്നത് വിചാരിക്കുക. നമ്മളൊരു കേക്കിന് 10 ഭാഗങ്ങളാക്കിയത് 2 ഭാഗം ഞാൻ എടുത്തു. 10 ഭാഗം ആക്കി മാറ്റിയതിൽ 3 ഭാഗം ഒരാൾ എടുത്തു. അപ്പോൾ ഏതായിരിക്കും വലുത്, 3 ഭാഗമായിരിക്കില്ലേ വലുത്, ശരിയല്ലേ, സിമ്പിളാണ്. അപ്പോൾ 10 4 എന്ന് പറഞ്ഞാൽ 10 ഭാഗത്തിൽ 4 എടുത്തു എന്നാണ്, 4 പീസ്. അപ്പോൾ 4 പീസ് എത്താണ് കൂടുതൽ, 10ൽ 8 എന്ന് പറയുമ്പോൾ എന്താണ്,
10 ഭാഗങ്ങൾ 8 ഭാഗം ഒരാൾ എടുത്തുകൊണ്ട് പോയെന്നാണ്. അപ്പോൾ ഏറ്റവും വലുത് ഏതാ? 10ൽ 8 എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് എളുപ്പമാണ്, കുഴപ്പമില്ലല്ലോ. അടുത്ത വീണ്ടും ഒരു ബോർഡ് മാസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? നോക്കിയേ, 5 + 4 × 8 - 6/2 ബ്രാക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ദെൻ 5 + 4 ഒരു ഇൻറ്റു ഒരു വെറുതെ ഏതാണ്ട് ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇൻറ്റു ഒന്നും കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ അവരൊരു ഇൻറ്റു കൊടുത്തു വെച്ചു, നോർമലി ഇൻറ്റു എഴുതി വെച്ചിട്ടുണ്ട്. 8 - 6/6 8 - 6 ദെൻ 8 - 6/6 ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 5 പ്ലസ് ഒത്തിരി സ്റ്റെപ്പ് എഴുതണമെന്നില്ല. നമുക്ക് നോക്കിയേ, നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും നമ്മൾ ആദ്യം. ഓക്കെ, നമ്മൾ എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? എങ്ങനെ എഴുതും? 4 ഇൻറ്റു ഈ സാധനം ചെയ്യുന്നതിന് മുമ്പ് 8 - 6 ബ്രാക്കറ്റ് ആദ്യം ചെയ്യേണ്ടത് നമ്മളല്ലേ. 8 - 6 2 ആണല്ലേ? ഇത് 2 അല്ലേ? 8 - 6 2 ശരിയല്ലേ? അപ്പോൾ 8 - 6 2 എന്ന് മാറും. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? 4 ഇൻറ്റു 2/6. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എങ്ങനെ ചെയ്താലും തെറ്റാൻ സാധ്യതയൊന്നുമില്ല. നോക്കിയാൽ നമുക്ക് നോക്കാം. 5 പ്ലസ് നോർമലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്ന? 2/6 ചെയ്യും. ഓക്കെ അല്ലേ? 2/6 ചെയ്താൽ ഹരണമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്താലും പ്രശ്നം വരത്തില്ല. നിങ്ങൾ നോക്കിയോ, ഇപ്പോൾ നമ്മൾ 4 ഇൻറ്റു 2/6 എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 2/6 എന്ന് എഴുതാം. കണ്ട ശരിയല്ല? 2 എങ്ങനെ എഴുതാം? അപ്പോൾ ഇത് വെട്ടിപ്പോവും, 1/3 വരും. ശരിയല്ലേ? അപ്പോൾ എന്ത് വരും? 5 പ്ലസ് ഇത് ഗുണിക്കുമ്പോൾ എന്താ വരിക? 4 ഇൻറ്റു 1 മിനിറ്റ്സ് ഗുണിക്കാറില്ല. 4 ഇൻറ്റു 1 മുകളിൽ 4 താഴെ 3. അവർ എന്താണ് ആൻസർ കൊടുത്തേക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഫ്രാക്ഷൻ ആയിട്ട് തന്നെയാണോ കൊടുത്തത്? ഫ്രാക്ഷൻ തന്നെയാണ് കൊടുത്തത്, പക്ഷേ മിക്സ് ഫ്രാക്ഷൻ അല്ല. അവരതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടി. മുകളിൽ ഗുണിച്ചു 4 ഗുണനം എപ്പോഴും അങ്ങനെയാണ്. ഇങ്ങനെ എഴുതിയില്ലെങ്കിലും ചെയ്യാം കേട്ടോ. 2/6 1/3 എഴുതാം. ഓക്കെ, എനിവേ മുകളിൽ ഗുണിച്ചു താഴെ ഗുണിച്ചു. ഇനി നമുക്കിത് ക്രോസ് ചെയ്യാം. നമ്മളെങ്ങനെ ക്രോസ് ചെയ്യും? നമ്മളത് ഇവിടെ താഴെ കൊണ്ട് 1 കൊടുക്കും. ഇത് ക്രോസ് ചെയ്ത് ഇങ്ങനെ എത്ര വരും? 15 പ്ലസ് 4 ബൈ താഴെ എത്രയാണ്? 1 ഇൻറ്റു 3 3. സോ 19/3. ഇതാണ് ആൻസർ. നമുക്ക് നോക്കാം ഓപ്ഷനിൽ 19/3 ഉണ്ടോ എന്നുള്ളത്. ഇതാ ഡി എന്നുള്ള ഓപ്ഷൻ 19/3 ആണ്. സോ ആൻസർ 19/3 ആണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്നൊരു ചോദ്യമായിരുന്നു അവസാനത്തെ ക്വസ്റ്റ്യൻ. ബാക്കിയൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത ദിവസം വേണ്ടി കാണാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചോളുക, ഞാൻ സമയം പോലെ ചെയ്തേക്കാം. ഓക്കെ, ശരി.